ഇന്നത്തെ ഒരു അടിപൊളി മുട്ടച്ചോറിന്റെ റെസിപ്പി ആട്ടോ. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് കറികളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആട്ടോ. അതുപോലെ തന്നെ പിള്ളേരെ ഫുഡ് കഴിക്കാണ്ടിരിക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടെ, അവരെന്തായാലും കഴിക്കും. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലെ ഒരു 4 ടേബിൾ സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ മസ്റ്റാർഡിലെ കടുക് അതൊന്ന് പൊട്ടിച്ചിട്ട് കാട്ടാം. അതിലേക്ക് ഒരു വറ്റൽമുളകും 2 തണ്ട് കറി ലീഫ് ഇട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ 8 വെളുത്തുള്ളി അല്ലില്ലേ അതൊന്ന് ചോപ്പ് ചെയ്തും 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് അതും ചോപ്പ് ചെയ്തിട്ട് നല്ലപോലെ വയറ്റിട്ട് കാട്ടാം. അതൊന്ന് വയന്ന് വന്നേക്കണമെങ്കിൽ 2 പച്ചമുളക് ചോപ്പ് ചെയ്തും 15 ചുവന്നുള്ളി ചോപ്പ് ചെയ്തും കൂടിയിട്ട് നല്ലപോലെ വയറ്റി ചുവന്നുള്ളി ഒരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ചോപ്പ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വെന്ത് വന്നേക്കണമെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് പച്ചമണം പോയിക്കണമെങ്കിൽ 3 കോഴി മുട്ട പൊട്ടിച്ചത് അതും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ചിക്കി പൊരിച്ചങ്ങോട്ട് എടുക്കണം കേട്ടാ. നല്ലപോലെ ചിക്കിക്കോട്ടെ. അതൊന്ന് ചിക്കി വരുമ്പോൾ ഇനി നല്ല മണമായിരിക്കും അടുക്കള ഫുള്ള്. നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു 3 പേര് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് 3 പേർക്കുള്ള റൈസും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടേ കുറച്ച് മല്ലിയിലേ അതൊന്ന് ചോപ്പ് ചെയ്തും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടെങ്കിലോ നമ്മുടെ ഐറ്റം റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും ഇഷ്ടപ്പെടും.